സ്കിന്നിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. മുഖത്ത് മാത്രമല്ല, കൈ കാലിലൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് നിറം വയ്ക്കുക എന്ന ഒരു പർപ്പസിനപ്പുറത്ത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആവാനും നറിഷ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമുക്ക് ഡാർക്ക്നെസ് ഉണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിലും മുട്ടിൻ്റെ ആ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഒരു ഡാർക്ക് സ്കിൻ പോലെ ഉണ്ടാവും. ചിലപ്പോൾ ചിലർക്ക് ഡ്രൈനെസ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്ക്രബാണ്. ഹോൾ ബോഡി നമുക്ക് സ്ക്രബ് ചെയ്യാൻ വേണമെങ്കിലും ഈ ഒരു ഐറ്റം യൂസ് ചെയ്യാം. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിന് ആ ഒരു എക്സ്ഫോളിയേഷൻ തരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്കിൻ തരും. അതോടൊപ്പം ഈ ഡാർക്ക്നെസ്സും പിഗ്മെൻറ്റേഷനും മാറ്റാനും ഈ ഒരു ഐറ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 15 വയസ്സ് മുതൽ ആർക്ക് വേണമെങ്കിലും യൂസ് ആക്കാൻ പറ്റുന്നതാണ്. പക്ഷെ നിങ്ങളുടെ സ്കിന്നിന് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓക്കെ ആണോ എന്ന് മാത്രം നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഫേസ് പാക്കൊക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് സെറ്റ് ആകുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ആഴ്ചയിൽ ഒരിക്കൽ ഫുൾ ബോഡി സ്ക്രബായിട്ടും നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഈ ടബിനകത്ത് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റമാണ് എടുക്കുന്നത്. ഇതാണ് നമ്മുടെ മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഹോൾ ഫേസ് പാക്കിനെ എക്സ്ട്രാordinary ആക്കി മാറ്റുന്നത്. അപ്പോൾ ഇതെന്താണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഒപ്പം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. നന്നായിട്ട് ആദ്യം തന്നെ സ്കിന്നൊന്ന് ക്ലീൻ ചെയ്യുക. മുഖമായാലും നമ്മുടെ ബോഡി ആയാലും ഒന്ന് ചെറിയ വെള്ളത്തിലെങ്കിലും ഒന്ന് തുടച്ചെടുക്കുക. അല്ലെങ്കിൽ ജസ്റ്റ് മുഖമാണെങ്കിൽ വെള്ളത്തിലൊന്ന് കഴുകിയിട്ട് മുഖം ഒന്ന് തുടയ്ക്കുക. ദെൻ നമുക്ക് വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈരെടുക്കുക. ഇതിലോട്ടാണ് നമ്മുടെ പാക്കൊക്കെ ഞാൻ നേരത്തെ കാണിച്ച പൗഡറൊക്കെ ഉണ്ടല്ലോ, അത് ഇതിലോട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സോ നല്ല കട്ട തൈരെടുക്കുക. ഇച്ചിരി വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാര്യം നമ്മളിതിൽ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ കാര്യമായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇത് വന്നിട്ട് വേറെ ഒന്നുമല്ല, നമ്മൾ കൊച്ചുകുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന റാഗി പൗഡറാണ്. അപ്പോൾ നമുക്ക് റാഗി മേടിച്ചിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടൊക്കെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നതായാലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ ഒരു കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ റാഗി പൊടിച്ചെടുക്കാനായിട്ട് പറ്റുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. സൂപ്പറായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക് ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ വർക്കാകും. പിന്നെ തൈരാണ് ഇതിൻ്റെ കൂടെ ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് തൈര് ഒട്ടും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ തക്കാളിയുടെ നീരോ അലോവേര ജെല്ലോ ചേർത്ത് കൊടുക്കാം. ഒരല്പം തൈര് വേണമെങ്കിൽ മിക്സ് ആക്കാം. അതിനൊപ്പം തൈര് ഒട്ടും പറ്റാത്തവർക്ക്, ഡയറി പ്രോഡക്ട്സ് പറ്റാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. ഞാനിവിടെ 1.5 സ്പൂണോളം റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എടുക്കുന്ന തൈരിനനുസരിച്ച് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് നമ്മൾ ഈ ഒരു റാഗി ഫ്ലോർ ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കാനായിട്ട് പോവുകയാണ്. അതിന് മുന്നേ ആയിട്ട് അടുത്ത ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാം. കസ്തൂരി മഞ്ഞളാണ്. ധാത്രിയുടെ കസ്തൂരി മഞ്ഞളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഏതൊരു കസ്തൂരി മഞ്ഞൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അങ്ങാടി മരുന്ന് കടകളിലൊക്കെ ചോദിച്ചാൽ നല്ല കസ്തൂരി മഞ്ഞൾ കിട്ടും. അത് നിങ്ങൾക്ക് മേടിച്ച് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്ത പ്രോഡക്റ്റ് എല്ലാം തന്നെ ലിങ്ക് ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂൺ എടുക്കുന്നുണ്ട് നമ്മുടെ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി. ഒപ്പം നന്നായിട്ട് ഈ ഒരു 3 ഇൻഗ്രീഡിയൻസും കൂടെ നമ്മുടെ ബൗളിൽ തന്നെ വെച്ച് നല്ല രീതിയിൽ മിക്സ് ആക്കുന്നുണ്ട്. ഇതൊരു നല്ല തിക്ക് പേസ്റ്റാക്കി എടുക്കുക. എന്നാൽ ഒരുപാട് തിക്കായിട്ടല്ല, ജസ്റ്റ് ഒരു ബാറ്റർ കൺസിസ്റ്റൻസി പോലെ എടുക്കുക. നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ ഒലിച്ച് വരരുത്. ആ ഒരു രീതിക്ക് അങ്ങ് എടുത്താൽ 3 ഇൻഗ്രീഡിയൻസും നല്ലോണം മിക്സ് ആവണം. എന്നാൽ മാത്രമാണല്ലോ കട്ടകളൊന്നും കിട്ടാതെ മിക്സ് ആകുമ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ നല്ല സ്മൂത്തായിട്ടുള്ള ബാറ്റർ കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി ഇതുപോലെ ബാറ്റർ കൺസിസ്റ്റൻസി ആക്കിയതിന് ശേഷം നമ്മൾ ഓൾറെഡി ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുടിയൊക്കെ ബാക്കിലോട്ട് കെട്ടി വെക്കുകയാണ്. വൈ? ബിക്കോസ് അല്ലെങ്കിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം മെസ്സായിട്ടുണ്ട്. ഫാൻ ഇല്ലാണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നന്നായിട്ട് മുഖത്തോട്ടൊക്കെ ഇങ്ങനെ മുടി പറന്ന് വരും. സോ കെട്ടി വെച്ചില്ലെങ്കിൽ ആ കൂടെ മെസ്സാവും. സോ ഞാനിവിടെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് കൈ വെച്ച് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ
എനിക്ക് ഈസി ആയിരിക്കും എന്ന് തോന്നി ഞാനിവിടെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കൈ വെച്ചൊന്ന് മസാജ് ചെയ്ത് സ്ക്രബൊക്കെ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്കിൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്, അതിലോട്ടാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നന്നായിട്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ഗ്ലോ കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു പാക്കാണ്. പിന്നെ ഇത് നിങ്ങൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു 3 ദിവസം കമ്പൽസറി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, നന്നായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് വേണം, ആ ഒരു പ്രോബ്ലം മാറ്റിയെടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, സ്കിന്ന് ഗ്ലോ ആവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആഴ്ചയിൽ ഒരു 3 ദിവസം നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. 2 ദിവസം മാത്രം നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി, എല്ലാ ദിവസവും സ്ക്രബ് ചെയ്യേണ്ട. പക്ഷേ കുറഞ്ഞതൊരു 3 ദിവസമെങ്കിലും ആഴ്ചയിൽ നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു മാറ്റം പെട്ടെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. ആ 3 ദിവസവും കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമ്മുടെ സ്കിൻ ചേഞ്ച് ആയിട്ടുണ്ടാവും. എൻ്റെ സ്കിന്നിലിപ്പം സൺ ടാൻ ഒന്നും ഇല്ല, സോ റിമൂവ് ചെയ്ത് കാണിക്കാൻ സൺ ടാൻ ഇല്ല. ബട്ട് എനിക്ക് സൺ ടാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, അതായത് ഒരു 2 വർഷം മുന്നേ പുറത്തായിരുന്നു ജോലിക്ക് പോവുക, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ട്രാവൽ ചെയ്യുന്നതും പൊടിയടിക്കുന്നതുമായിട്ടുള്ള ടൈമായിരുന്നു. ഞാൻ 2 വീലറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. സോ നന്നായിട്ട് ടാൻ അടിക്കുമ്പോൾ നിങ്ങൾക്ക് 2 വീലർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയാൻ പറ്റും എത്രമാത്രം നമുക്ക് പൊടിയടിക്കും, ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പം എന്തുമാത്രം സൺ ടാൻ അടിക്കും എന്നുള്ള കാര്യം. സോ ഞാൻ യൂസ് ചെയ്തത് ഈ ഒരൊറ്റ ഐറ്റമാണ്. ഇത് ഞാൻ യൂട്യൂബിൽ തന്നെ കണ്ടതാണ്. ബട്ട് എനിക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇത്രയും റിസൾട്ട് തന്ന വേറൊരു ഐറ്റം ഇല്ല. നിങ്ങൾ സീരിയസ് ആയിട്ട് നിങ്ങളുടെ സ്കിന്നിന് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇനി ബ്രൈറ്റ്സ് ഒക്കെ ആവാൻ പോകുന്ന ആൾക്കാരാണ്, വിശേഷ ദിവസങ്ങൾ വരാൻ പോവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ഹോൾ ബോഡിയിൽ ഇത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്യുക. ഇപ്പോൾ എല്ലാ ദിവസവും അല്ലെങ്കിൽ 3 ദിവസവും ഒന്നും ഫുൾ ബോഡിയിൽ ഇത് സ്ക്രബ് ചെയ്യാൻ പറ്റത്തില്ല എന്നാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്ത് സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് കുളിക്കുക. എന്നിട്ട് ബാക്കി വരുന്ന 2 ദിവസം ഉണ്ടല്ലോ, ടോട്ടൽ 3 ദിവസമാണല്ലോ, അപ്പോൾ ആ ബാക്കി വരുന്ന 2 ദിവസം നമ്മളിത് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. 3 ദിവസം മാത്രമല്ല കേട്ടോ, ആഴ്ചയിൽ 3 ദിവസമല്ല, കൂടുതലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് കൂടുതൽ ദിവസങ്ങളിൽ അപ്ലൈ ചെയ്യാം. സൂപ്പറായിട്ട് ഇതുപോലെ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വയ്ക്കാം, നന്നായിട്ട് കാറ്റൊന്നും കയറാതെ ഇരുന്നോളും. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസും ആണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം. റാഗിയുടെ പൗഡർ, പിന്നെ നമുക്ക് കസ്തൂരി മഞ്ഞൾ ഇത് വേണം, പിന്നെ മിക്സ് ആക്കാനായിട്ട് തൈര് വേണം. ഇത്രയും കൂടെ എടുത്ത് നന്നായിട്ട് നമ്മുടെ ഫേസ് ഈ ഒരു പാക്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ മോയ്സ്ചറൈസിങ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഹോൾ ബോഡിയിൽ നമ്മളിത് അപ്ലൈ ചെയ്താലും മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കണം. ബോഡി ലോഷനൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഫേസിൽ മാത്രമാണെങ്കിൽ ഫേസിൽ യൂസ് ചെയ്യുന്ന നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓൾറെഡി നമ്മൾ തൈര് ചേർത്തത് കൊണ്ട് സ്കിൻ ഒട്ടും തന്നെ ഡ്രൈ ആവത്തില്ല. എന്നിരുന്നാലും നമുക്ക് നമ്മുടേതായ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം, നറിഷ്മെൻറ്റ് കൊടുക്കണം എന്നാണെങ്കിൽ മോയ്സ്ചറൈസർ കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓയിലി സ്കിൻ ആണെങ്കിൽ മേ ബി വേണ്ടി വരത്തില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസർ എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും ആ മോയ്സ്ചർ ലോക്ക് ആവുള്ളൂ, അല്ലെങ്കിൽ മേ ബി ഡ്രൈനെസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത്രയേ ഉള്ളൂ, സിമ്പിളാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. ഇതിലേതെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് സെറ്റ് ആവണില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ടാറ്റാ.